ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ അഗെയിൻ. അപ്പം ഫാമിലി ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് റിസോർട്ടിൽ വന്ന ശേഷം ഞങ്ങൾ പൂക്കോട് ലേക്കിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് ഒന്ന് പോകാൻ ഇറങ്ങുകയാണ്. നമ്മൾ കാണുന്നതാണ് പൂക്കോട് ലേക്ക്. ഇത് നമ്മൾ ചുരം കയറി ഉടനെ തന്നെ, അതായത് കൽപ്പറ്റയ്ക്ക് എത്തുന്നതിന് മുൻപേ തന്നെയാണ് ഈ ലേക്കിന്റെ ലൊക്കേഷൻ. ഈ ലേക്കിന്റെ ഏറ്റവും അടുത്ത ടൗൺ എന്ന് പറയുന്നത് വൈത്തിരിയാണ്. ആ വൈത്തിരിയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററേ ഈ ലേക്കിലേക്കുള്ളൂ. പിന്നെ ഏറ്റവും അടുത്ത ടൗൺ എന്ന് പറയുന്നത് കൽപ്പറ്റയാണ്. കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് ഈ ലേക്കിലേക്ക്. കോഴിക്കോട് ഭാഗത്ത് നിന്ന് ചുരം കയറി വിടുകയാണെങ്കിൽ കൽപ്പറ്റയ്ക്ക് എത്തുന്നതിന് മുൻപേ തന്നെയാണ് പൂക്കോട് ലേക്കിലേക്ക് ഇടതുവശത്ത് നിന്ന്, ഹൈവേയുടെ ഇടതുവശത്ത് നിന്ന് തിരിഞ്ഞു പോകേണ്ടത്. ആക്ച്വലി വൈത്തിരി ടൗണും എത്തുന്നതിന് മുൻപേ ആണ് പൂക്കോട് ലേക്ക് വരുന്നത്. ഇതൊരു ഫ്രഷ് വാട്ടർ ലേക്ക് കൂടെയാണ്. ഇതുപോലെ സീ ലെവലിൽ നിന്നും 770 അടി ഉയരത്തിലാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലെ ഈ ലേക്കിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഏരിയൽ വ്യൂ എടുത്താൽ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിന് സമാനമായ രീതിയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം ഈ ലേക്കിന്റെ ചുറ്റുവട്ടത്തും പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽപ്പെടുന്ന ഒന്നാണ് ഈ കാണുന്ന ഫിഷ് സ്പാ. 10 മിനിറ്റിന് 70 രൂപയാണ് ഇവിടെ അവർ ചാർജ് ചെയ്യുന്നത്. ചേച്ചി സ്പാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. സ്പായിലേക്ക് കയറുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ കാല് നന്നായിട്ട് വാഷ് ചെയ്യേണ്ടതുണ്ട്. അതിനൊരു കെമിക്കൽ ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്ത ശേഷമേ കാല് അതിലേക്ക് ഇടാൻ അവര് അനുവദിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ലേക്ക് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ സ്വിമ്മിംഗ് പൂൾ കൂടിയായിരുന്നു. അവര് പണ്ട് കാലത്ത് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ശേഷിപ്പുകൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ, ഇത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപേ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ കൊച്ചിലെ വന്ന സമയത്ത് അന്ന് ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന സമയമായിരുന്നു. അന്ന് അതിവിടെ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ എല്ലാവരും സ്പാ കഴിയുന്നതും കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്യണം. ഈ ലേക്കിന്റെ എല്ലാ ഓപ്പറേഷൻസും രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെയാണ് ഉള്ളത്. അതിലൊരു 4:30 ആകുമ്പോൾ അവര് എൻട്രി ക്ലോസ് ചെയ്യും. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ അകത്തൊരു 5-5:30 വരെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം അവർ അനുവദിക്കുന്നുണ്ട്. ബോട്ടിംഗ് ഫെസിലിറ്റീസ്, ഹാൻഡിക്രാഫ്റ്റ് ഷോപ്സ്, ചിൽഡ്രൻസ് പാർക്ക്, ഇതൊക്കെ ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8.5 ഏക്കേഴ്സ് വിസ്തീർണത്തിലാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിന് ചുറ്റും അവർ ഒരു വാക്ക് വേയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ലേക്കിന് ചുറ്റും നമുക്ക് നടന്ന് വരാവുന്നതാണ്. അത് വളരെ രസകരമായൊരു സംഭവം കൂടിയാണ്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി. വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ ബൈ, സീ യു.